ആഘോഷങ്ങൾ അവസാനിച്ചാലും VM സൂപ്പർ വാല്യുവിൽ ഓഫറുകൾ അവസാനിക്കുന്നില്ല. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ ആൻഡ് ഡിജി വേൾഡ്, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. നാസയുടെ നേതൃത്വത്തിൽ ആഗോളതലത്തിൽ നടത്തിവരുന്ന നാസ സ്പേസ് ആപ്സ് ചാലഞ്ച് ചെറുതുരുത്തി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ഒക്ടോബർ 4-5 തീയതികളിൽ നടക്കും. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യൂണിക് വേൾഡ് റോബോട്ടിക്സ് ആണ് ഈ മത്സരം ഏറ്റെടുത്ത് നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്പേസ് ഏജൻസിയാണ് നാസ, ലോകത്തിലെ ഏറ്റവും വലിയ സ്പേസ് ഏജൻസിയാണ്. അവർ ഇതേവരെയായിട്ട് കുറേയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്പേസിലേക്ക് ധാരാളം വാഹനങ്ങൾ വിട്ടു, ചന്ദ്രനിൽ കാലുകുത്തി, ചൊവ്വയിലേക്ക് പോയി, മറ്റു പല പരിപാടികളും. അവർ ഈയിടെയായിട്ട് ഒരു 10-15 കൊല്ലമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ലോകത്തിലുള്ള സകല ജനങ്ങളെയും ഈ മേഖലയിൽ പ്രബുദ്ധരാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ഹാക്കത്തോൺ. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇതുണ്ട് കഴിഞ്ഞ ഒരു 14-15 വർഷമായിട്ട്. അപ്പോൾ ഒരു 160ഓളം രാജ്യങ്ങളിൽ 400-ലധികം സെൻറ്ററുകളിലായിട്ട് ഒരേ സമയം ഹാക്കത്തോൺ നടത്തുകയാണ്. 2 ദിവസം 48 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ഹാക്കത്തോണാണ്. അതിൽ അവർ തന്നെ കുറേ ചാലഞ്ചസ് നേരത്തെ അറിയിക്കും. നമ്മുടെ സാധാരണ ജീവിതത്തെ ബാധിക്കുന്ന, അതിനെ നല്ല രീതിയിൽ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന ധാരാളം ചാലഞ്ചസാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് കൂടുതൽ അതിശൈത്യം വരുമ്പോൾ, അത്യുഷ്ണം വരുമ്പോൾ ഇതുമൂലം കഷ്ടങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഏതെങ്കിലും സൊല്യൂഷൻസ് കൊടുക്കാൻ പറ്റുമോ? ഇങ്ങനെയുള്ള നാനാ തരത്തിലുള്ള പ്രോജക്ട്സുകളാണ് അവർ ഇതിൻ്റെ ചാലഞ്ചസായിട്ട് അവർ വരിക. ഇവർ ഒരു 15ഓളം ലോകരാഷ്ട്രങ്ങളിലെ സ്പേസ് ഏജൻസിയുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യൻ സ്പേസ് ഏജൻസിയാണ് ISRO-യുമായിട്ടും ഇത് നല്ല ബന്ധമുണ്ട്. അവരുമായിട്ട് ഒരുമിച്ചാണ് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ 23-ലാണ് നമ്മൾ ഒരു ഇതിൻ്റെ സെൻ്ററായിട്ട് നമ്മൾ അതിനുവേണ്ടി ഒരു ശ്രമം നടത്തിയത്. ലോകത്തിലാകെ ഒരു 400ഓളം സെൻറ്ററുകളിൽ ഇങ്ങനെ അതേസമയം മത്സരം നടക്കുന്നുണ്ട്. ആദ്യമായിട്ട് നമ്മൾ 2023-ൽ ഈ സ്പേസ് സെൻറ്റർ, ഈ സ്പേസ് ഹാക്കത്തോൺ നടത്തിയപ്പോൾ നമ്മളിതിനു വേണ്ടി കുറേയേറെ അധ്വാനിച്ചു. ധാരാളം പേരെ അതിൽ പങ്കുചേർക്കാനായിട്ട് ശ്രമിച്ചു. ആർക്കും ഇതിൽ പങ്കുചേരാം. കുട്ടികൾ, സ്റ്റുഡൻസ് ആകണമെന്നില്ല, പ്രൊഫസേഴ്സ് ആകാം, സീനിയറായ ആൾക്കാരാകാം, കുടുംബക്കാർക്കാകാം, കൊച്ചുകുട്ടികൾക്കാകാം. അവർക്ക് പറ്റിയ തരത്തിലുള്ള ചാലഞ്ചസ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ആദ്യത്തെ പ്രാവശ്യം 4000-ഓളം ആളുകൾ നമ്മുടെ ഈ സെൻറ്ററിൽ മാത്രം രജിസ്റ്റർ ചെയ്തു. അന്ന് ഏകദേശം ലോകത്തിലാകമാനം 50,000 രജിസ്ട്രേഷൻസാണ് ഉണ്ടായത്. കഴിഞ്ഞ വർഷമായപ്പോഴത്തേനും നമ്മൾ തന്നെയാണ് ഫസ്റ്റ്. കഴിഞ്ഞ മുന്നത്തെ വർഷം 2023-ൽ നമ്മളായിരുന്നു ഏറ്റവും കൂടുതൽ നമ്പർ രജിസ്റ്റർ ചെയ്ത സെൻറ്റർ. രണ്ടാമത്തെ സെൻറ്റർ ഈജിപ്തിലുള്ള കെയ്റോ സെൻറ്ററായിരുന്നു നമ്പറിൽ. കഴിഞ്ഞ വർഷവും ഇത് തന്നെ ആവർത്തിച്ചു. നമ്മൾ കുറച്ചുകൂടെ കൂട്ടി 4200-ൽ മേലെ സെൻറ്ററുകളിൽ ആളുകൾ നമ്മുടെ ഇവിടെ രജിസ്റ്റർ ചെയ്തു. അവരിൽ കുറച്ച് പേരൊക്കെ ഓൺലൈനായിട്ട് ചെയ്തു. ബാക്കി കുറേയധികം പേര് ഇവിടെ തന്നെ വന്ന് ഹാക്കത്തോണിൽ പങ്കെടുത്തു. അവരുടെയൊക്കെ ഫോട്ടോസൊക്കെ കഴിഞ്ഞ കൊല്ലത്തെ നമ്മുടെ കൈവശമുണ്ട്. അത് മനോഹരമായിരുന്നു. ഇപ്പോൾ ഈ വർഷവും നമ്മളിത് നടത്തുകയാണ്. നമ്മൾ ഇത്തവണ നമ്പർ കൂട്ടുക എന്നതിനേക്കാൾ കൂടുതൽ ക്വാളിറ്റി കൂട്ടുക എന്നുള്ളതാണ്. കാരണം ഇതിൽ ഓരോ സെൻറ്ററിൽ നിന്നും ഏകദേശം 10ഓളം പേരെ ഈ ഗ്ലോബൽ നോമിനേഷൻസിലേക്ക് കയറ്റും. അപ്പം കഴിഞ്ഞ വർഷം നമ്മുടെ ഇവിടുന്ന് ഗ്ലോബൽ നോമിനേഷനായിട്ട് 10 പേരോളം 10 ടീമിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. ആ 10 ടീമിൽ നിന്ന് ഗ്ലോബൽ ഫൈനലിസ്റ്റുകളുണ്ട്. അത് ഏകദേശം 40 ഗ്രൂപ്പാണ്. അതിലേക്ക് നമുക്ക് ഇതേവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത്തവണ നമ്മുടെ ഉദ്യമം ഇതിൽ ഏതെങ്കിലും 1-2 ഗ്രൂപ്പിനെ എങ്കിലും ഈ 40 പേര് അടങ്ങുന്ന ഗ്ലോബൽ ഫൈനലിസ്റ്റിൻ്റെ നിലയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ആ 40 പേരിൽ 40 ഗ്രൂപ്പിൽ നിന്ന് അവർ 10 ഗ്രൂപ്പിനെയാണ് തിരഞ്ഞെടുക്കുക. അവരാണ് ഗ്ലോബൽ വിന്നേഴ്സ്. അതെത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയൊരു സംഭവമാണ്. അവർക്ക് ഒത്തിരി അവാർഡ്സ് ഉണ്ട്. അവർക്ക് നാസ നേരിട്ട് പോയി കാണാൻ സാധിക്കും. കുറേ ഇൻഫർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റുകൾക്ക് പോലും നാസയിൽ നിന്ന് കിട്ടുന്ന ഒത്തിരി ഡാറ്റ ഉപയോഗിക്കാൻ സാധിക്കും. സ്പേസ് സാങ്കേതിക ശാസ്ത്രത്തിലെ അമൂല്യനിധികൾ തേടിയുള്ള ഈ മത്സരത്തിൽ 163 രാജ്യങ്ങളിൽ 485 സെന്ററുകളിലായി 100,000-ഓളം പേർ പങ്കെടുക്കും. കഴിഞ്ഞ വർഷത്തെ ഹാക്കത്തോണിൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പേരെ പങ്കെടുപ്പിച്ചത് ചെറുതുരുത്തി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജാണ്. 426 ടീമുകളായി 4205 പേർ പങ്കെടുത്തു. ലേൺ, ലോഞ്ച്, ലീഡ് എന്നതാണ് ഈ വർഷത്തെ തീം. ഗ്ലോബൽ നോമിനേഷനിൽ പങ്കെടുത്ത 3000-ഓളം ടീമുകളിൽ 40 ടീമുകളാണ് ഫൈനൽ റൗണ്ടിലെത്തുക.
അതിൽ നിന്ന് 10 ടീമുകളെ ഗ്ലോബൽ വിജയികളായി പ്രഖ്യാപിക്കും. 18 ചാലഞ്ചുകളാണ് നാസ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിനുവേണ്ട സൊല്യൂഷൻസ് ആണ് പങ്കെടുക്കുന്നവർ കണ്ടുപിടിക്കേണ്ടത്. ഈ വർഷത്തെ നാസ ഹാക്കത്തോണിന് മുന്നോടിയായി എല്ലാ ചാലഞ്ചുകളെയും അനുബന്ധ വിഷയങ്ങളെയും വിശദമാക്കും വിധം ചർച്ചകളും ബ്യൂട്ട് ക്യാമ്പുകളും ഓറിയന്റേഷൻ പ്രോഗ്രാമുകളും സംഘടിപ്പിക്കും. നാസയുടെ ഓപ്പൺ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ദൈനംദിന പ്രശ്നങ്ങൾക്ക് വരെ പരിഹാരം നേടാനുള്ള ശ്രമം ചലഞ്ചുകളിലുണ്ടായിരിക്കും. നാസ, ISRO തുടങ്ങിയ 13ഓളം അന്തർദേശീയ ഏജൻസികളാണ് ഈ ഹാക്കത്തോണിന്റെ പിറകിൽ അണിനിരക്കുന്നത്. ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജാണ് നാസ സ്പേസ് ചാലഞ്ച് ആപ്സ് ഹാക്കത്തോണിന്റെ തൃശൂരിലെ കേന്ദ്രം. ഹാക്കത്തോണിന്റെ ഭാഗമായി ISRO, VSSCയും ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജും സംയുക്തമായി സെപ്റ്റംബർ 22, 23, 24, 25 തീയതികളിൽ വിവിധ സ്ഥലങ്ങളിൽ സ്പേസ് ഓൺ വീൽ എക്സിബിഷൻ നടത്തുന്നുണ്ട്. റോക്കറ്റ് മോഡൽസ്, ലോഞ്ചിംഗ് വാഹനങ്ങൾ തുടങ്ങിയ ആകാശ വിസ്മയങ്ങൾ വിദ്യാർത്ഥികളെയും പൊതുജനങ്ങളെയും കാണിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പ്രദർശനം ഒരുക്കുന്നതെന്ന് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഫാദർ ഡേവിഡ് നെറ്റിക്കടൻ, ഡോക്ടർ ജോസ് കണ്ണമ്പുഴ, ഡോക്ടർ P. സോജൻലാൽ, മാത്യു അബ്രഹാം, ഡോക്ടർ ഷൈനി, ജോർജ് ചിറമൽ, അഖിൽ ബാലകൃഷ്ണൻ എന്നിവർ അറിയിച്ചു. സാധാരണ ടെക്നോളജി അറിയുന്നവർക്ക് മാത്രമല്ല ഈ ഹാക്കത്തോൺ. അതാണ് ഈ നാസയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അവരുടെ നോളജ് നമുക്ക് വളരെ വിദൂരമാണ്. നമുക്കറിയില്ല നാസ എന്ന് പറയുന്നത്. അവരുടെ ഉദ്ദേശം തന്നെ നാസ സാധാരണ ജനങ്ങളിലേക്ക് ഒന്ന് ഓപ്പൺ ആക്കി വിടുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ഈ ഹാക്കത്തോൺ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ടെക്കീസ് മാത്രമല്ല, ഇപ്പം നിങ്ങൾക്ക് നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് നമുക്ക് സ്റ്റോറി എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ ഒരു സ്പേസ് വെതർ അതിനെക്കുറിച്ച് അതവരുടെ ഒരു ചലഞ്ചാണ്. അതൊരു സ്റ്റോറി പോലെ നമുക്കത് പ്രസൻറ്റ് ചെയ്യാം. അത് ആർക്ക് വേണമെങ്കിലും പ്രസൻറ്റ് ചെയ്യാം. സാധാരണ ജനങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പ്രസൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു അനിമേഷൻ രൂപത്തിൽ വേണമെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരെണ്ണം വരുന്നത് ഹണ്ടിങ് എക്സോ പ്ലാനറ്റ് വിത്ത് AI. അത് ടെക്നോളജി കുറച്ച് അറിയുന്നവർക്കായിരിക്കും. മെഷീൻ ലേണിങ്ങും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ യൂസ് ചെയ്ത് ഒരു ട്രെയിനിങ് മോഡൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു ചാലഞ്ച് അവർ റിലീസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ അച്ഛൻ പറഞ്ഞ പോലെ 18 ചാലഞ്ചസ് റിലീസ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ട ഓപ്പൺ സോഴ്സുകൾ, ഡാറ്റകളും അവർ റിലീസ് ചെയ്യും. അതൊന്നും വേറെ എവിടുന്ന് നമുക്ക് കിട്ടില്ല. നാസയുടെ മാത്രം സ്പെഷ്യാലിറ്റിയാണ്. അവരെടുത്തിട്ടുള്ള ഡാറ്റാസാണ്. ആ ഡാറ്റ വെച്ചിട്ട് അവർക്ക് അതിന് വേണ്ട വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാം, ആപ്പ് ഡെവലപ്പ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്ക് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു എക്സ്പോഷറുള്ള ഒരു വേദിയാണ് ഈ ഹാക്കത്തോൺ എന്ന് പറയുന്നത്. അതേപോലെ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഹാക്കത്തോണിന് വേണ്ടിയിട്ട്. നമ്മളെല്ലാ ഫെസിലിറ്റിയും 2 days സ്റ്റുഡൻസും സ്റ്റാഫും എല്ലാം ഇവിടെ സ്റ്റേ ആയിരിക്കും. 48 അച്ഛൻ പറഞ്ഞിരുന്നു 48 hours ഒരു ഹാക്കത്തോണാണ്. ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ഞങ്ങളെല്ലാ ഫെസിലിറ്റിയും നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ 2 levels നമ്മളവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് സ്പോൺസർ ചെയ്യുന്നുണ്ട്. സീനിയർ ലെവൽ, ജൂനിയർ ലെവൽ എന്ന് പറഞ്ഞിട്ട് 1st, 2nd, 3rd ഒരു 2 lakhs above പ്രൈസ് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് സ്പോൺസർ ചെയ്യുന്നുണ്ട്. റൈറ്റ് വിഷൻ ന്യൂസ്, ചെറുതുരുത്തി. പുരുഷന്മാരുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുനിറം പകരാൻ D-Soap ക്ലോത്തിംഗ് സ്റ്റോർ ചേലക്കര. ആൺകുട്ടികൾക്കും മുതിർന്നവർക്കും ആവശ്യമായ പുതിയ മോഡൽ ഷർട്ടുകൾ, ടീ-ഷർട്ടുകൾ, ജീനുകൾ, ഇന്നർ വെയറുകൾ തുടങ്ങി ബഡ്ജറ്റിനൊത്ത വസ്ത്രങ്ങൾ മികച്ച ക്വാളിറ്റിയിൽ D-Soap ക്ലോത്തിംഗ് സ്റ്റോറിൽ നിന്നും സ്വന്തമാക്കൂ. കൂടാതെ ബ്രാൻഡഡ് വസ്ത്രങ്ങൾക്ക് വമ്പിച്ച വിലക്കുറവ്. D-Soap ക്ലോത്തിംഗ് സ്റ്റോർ, മിനി സിവിൽ സ്റ്റേഷന് സമീപം, ചേലക്കര.